ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ശൃംഗാരയിലെ കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാനാണ് ഞാൻ വന്നത്. നമ്മുടെ ഒരു താമരമാല, ഓണത്തിനോ അല്ലെങ്കിൽ ഒരു ഗൗൺ ആയിക്കോട്ടെ, ഫ്രോക്ക് ആയിക്കോട്ടെ, ചുരിദാർ ആയിക്കോട്ടെ, എന്തിനാണെങ്കിലും നമുക്ക് നല്ല ഭംഗിയിൽ ഇത് പെയർ ചെയ്യാൻ പറ്റും. സോ കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു മാലയാണ്. ഇതിന് ഇതുപോലെ ഒരു സ്റ്റഡ് വരുന്നുണ്ട്, കണ്ടോ. ആ സെയിം താമരയുടെ സ്റ്റഡാണ്. അടുത്തതായിട്ട് നമ്മുടെ ഇതിൻ്റെ ഈ ഒരൊറ്റ പീസ് എൻ്റെ ഉള്ളൂ. ഇതൊരു ബ്ലൂ കളറാണ്, ഒരു ചെട്ടിനാട് ഒരു നെക്ലസ് ആണ്. ഇതിൻ്റെ അതായത് ഗ്രീൻ ആൻഡ് റെഡ്, അത് ഓൾറെഡി സോൾഡ് ഔട്ടായി പോയി. അതുകൊണ്ട് എനിക്ക് കഴുത്തിൽ വെച്ച് കാണിച്ചു തരാൻ പറ്റില്ല. അത് ഓൾറെഡി കണ്ടോ, ഒരു സ്റ്റഡാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ സ്റ്റഡ്. സോ ആ ഗ്രീൻ ആൻഡ് റെഡ് കണ്ടോ, നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി ഗ്രീൻ വേണമെങ്കിൽ പറയാം. ഇതാണ് നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയുള്ളൊരു ചോക്കറാണ്. അല്ല, ഇതിൽ നിന്ന് ഉള്ള കടുകുമണി പോലത്തെ ഗുങ്കുരു താഴെയുണ്ട്. ഇതാണ് അതിൻ്റെ കമ്മൽ. സ്റ്റാർട്ട് ചെയ്തത് ഈ ഒറ്റപ്പാലയ്ക്ക വെച്ചിട്ടാണ്. കേട്ടോ, ഒരു സ്റ്റഡാണ് വരുന്നത് കേട്ടോ. സോ കണ്ടോ, നല്ല ഭംഗിയില്ലേ. ഈ സെയിം ഞാൻ നേരത്തെ കാണിച്ചു തന്ന പാലക്കയുടെ സ്റ്റഡ് തന്നെയാണ് ഇതിന്, പക്ഷേ ഈ ചെയിൻ മാത്രമാണ് ഡിഫറൻസ്. നല്ല ഭംഗിയുള്ള മാലയാണ്. ഇതിന് വരുന്നത് ഇതുപോലത്തെ ഒരു ആനയുടെ സ്റ്റഡാണ്. നല്ല ഭംഗിയുള്ളൊരു മാലയാണ്. മിനിമലായിട്ടൊക്കെ ഇടാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ചെയിനാണ്. നല്ല ഭംഗിയുള്ള, അതും ഈ സെയിം ചെയിനിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. നിങ്ങൾക്ക് ആ ക്വാളിറ്റി അറിയാൻ പറ്റും മാലയുടെ. ഇതേ സെയിം പൂവിൻ്റെ ഒരു സ്റ്റഡാണ് ഇതിനുള്ളത്. ആരാണ് വരുന്നത് കേട്ടോ, നല്ല ഹെവി ലുക്കാണിത്. ഭംഗിത അതിൻ്റെ ഒരു കമ്മൽ, നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു കമ്മൽ. ഇപ്പോൾ സാരി എന്തെങ്കിലുമൊക്കെ പട്ട് സാരി ആയിക്കോട്ടെ,